സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ അനിവാര്യമാണെന്ന് കെ ആൻസലൻ എം.എൽ.എ. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം ഓഫീസ് സംഘടിപ്പിച്ച സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ എല്ലാ മേഖലകളിലും നിലവാരം പുലർത്തുന്നുണ്ടെങ്കിലും ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും കെ ആൻസലൻ പറഞ്ഞു. വാർത്താ വിതരണ പ്രക്ഷേപണ കേന്ദ്രത്തിന്റെ സഹായത്തോടുകൂടി ഇത്തരത്തിലൊരു അവയർനെസ് ക്യാമ്പ് നടത്തുന്നതിനോട് പൂർണ്ണമായി യോജിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെയും മുനിസിപ്പാലിറ്റിയുടെയും മറ്റ് ആരോഗ്യ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി ക്യാമ്പ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമുക്കുള്ള അവകാശങ്ങൾ, നമുക്ക് ലഭിക്കേണ്ട സേവനങ്ങളെ സംബന്ധിച്ചും ജനങ്ങൾ പൂർണ്ണമായി അവബോധം കിട്ടിയിട്ടില്ല. കേരളത്തിൽ 22ഓളം വരുന്ന ക്ഷേമനിധികളുണ്ട്. 22 ക്ഷേമനിധി എന്നിട്ടുള്ള അഭിവൃദ്ധികളിൽ നമുക്ക് നന്നായി മുന്നേറാൻ വേണ്ടി കഴിയണം. സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. എത്ര എല്ലാ പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ തൊഴിക്കൽ പ്രദേശത്താണല്ലോ. ഒരു 1.5 മാസത്തിന് മുമ്പ് ഒരു ധനവിച്ചരം ATMNS കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥികളുടെ ഒരു കുട്ടി ഈ സൈബർ കുറ്റകൃത്യത്തിന്റെ ഇരയായിരുന്നു. ഒരു ദിവസം രാത്രിയായപ്പോൾ 1 മണിക്ക് ശേഷം കുട്ടി ഉപേക്ഷിച്ചു, ATM കാർഡ് ഉപേക്ഷിച്ചു, മറ്റ് ID കാർഡെല്ലാം ഉപേക്ഷിച്ചിട്ട് വെറും കൈയോട് പോവുകയാണ്. സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിച്ചാമി IAS മുഖ്യപ്രഭാഷണം നടത്തി. பேர் இவ்வளவு ஒரு டாலுக்குள்ள அவர் ஜோலி செய்கிறாரு. சின்ன இண்டஸ்ட்ரி 50 பேர் வேலை செய்கிறாரு. அப்ப ஐ ஆஸ்க்ட் ஹிம் எவ்வளவு சம்பளம் கொடுக்குற அப்படின்னு. ஆர் கால் 1930. 4 மணி நேரம் டிஜிட்டல் அரெஸ்ட் செய்து ஆள் நகலவே இல்லை. ஆனா போலீஸ்ல கம்ப்ளைண்ட்ஸ் எடுத்து அடுத்த செகண்ட் அவர் போன் விழிச்சிட்டு இல்லை, போன் வீடியோ கால் எதுவும் வந்துட்டு இல்லை. இப்ப என்னன்னா எல்லாருமே ரெண்டே விஷயம், நமக்கு இது எவ்வளோ உங்களுக்கு புரியும் தெரியல, தமிழ்ல ரொம்ப ஸ்ட்ராங்கா சொல்ற கள்ளம் பெருசா காப்பான் பெருசா. ஆளு தீஃப் இஸ் மோர் இன்னோவேட்டிவ். ஏன்னா அவனுக்கு புதுசா ஐடியா வரும். ஏன்னா அவனுக்கு புதுசு ரூட் கண்டுபிடிக்கணும். ഇന്നോവേറ്റർ പുതുസ് കണ്ടുപിടിക്കുകയാണ്. ഇതൊരു സംയോജിത ബോധവൽക്കരണ പരിപാടിയാണ്. ഇപ്പോൾ സംയോജിതം എന്ന് പറയുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെങ്കിൽ പോലും അത് ഒട്ടുമിക്ക പദ്ധതികൾ തന്നെയും സംസ്ഥാന സർക്കാരുകളുടെയും അതുപോലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബോഡീസിലൂടെയാണ് ഗവൺമെന്റ് അതിനെ നടപ്പിലാക്കി വരുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേകിച്ച് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെയും ICDSന്റെയും മറ്റ് കേന്ദ്ര സർക്കാർ വകുപ്പുകളായ പോസ്റ്റൽ, ബാങ്ക് മുതലായ എല്ലാവരുടെയും പൂർണ്ണ സഹകരണത്തോടുകൂടി മാത്രമാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ പരിപാടി, 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ബോധവൽക്കരണ പരിപാടി നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും. പരിപാടിയിൽ തപാൽ വകുപ്പ്, ലീഡ് ബാങ്ക്, ശുചിത്വ മിഷൻ തുടങ്ങിയ വകുപ്പുകളുടെ സ്റ്റാളുകളും സേവനങ്ങളും ലഭ്യമാണ്. കൂടാതെ നെയ്യാറ്റിൻകര സർക്കാർ ഹോമിയോ ആശുപത്രി, സർക്കാർ ആയുർവേദ ആശുപത്രി എന്നിവയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടക്കുന്നുണ്ട്. കാർഗിൽ രജത ജൂബിലിയോടനുബന്ധിച്ച് അപൂർവ കാർഗിൽ യുദ്ധ ദൃശ്യങ്ങൾ ഉൾക്കൊള്ളിച്ച ചിത്ര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. പ്രദർശനവും പരിപാടിയും വ്യാഴാഴ്ച സമാപിക്കും.